കോറോ ഹെൽത്തിലെ കോഴിക്കോട് ഓഫീസിലെ ജീവനക്കാരായ ചിത്തിരയും ഒപ്പം ഫൈസലും നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. ചിത്തിര, ഫൈസൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നൊരവസ്ഥ എന്ന് പറയുന്നത് അത് വലിയ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. ഒരുപക്ഷെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു തൊഴിൽ സംസ്കാരം, ഇങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഇറങ്ങിപ്പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഇറക്കി വിടുന്ന ഒരു തൊഴിൽ സംസ്കാരം നമ്മൾ അത്ര കണ്ട് ശീലിച്ചിട്ടുമില്ല കേരളത്തിൽ. ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നു ഇത്രയേറെ ജീവനക്കാരെ ഒറ്റയടിക്ക് ഇങ്ങനെ പറഞ്ഞു വിടുന്നത്. നിങ്ങൾ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ വളരെ വളരെ ദുഷ്കരമായിരിക്കുമെന്നും അറിയാം. ഇപ്പോൾ കൊച്ചിയിലെ ഓഫീസിൽ ഇന്ന് രാഷ്ട്രീയ നേതാക്കളുടെ ഒക്കെ ഒരു ഇടപെടൽ ഉണ്ടായതുകൊണ്ട് അവർക്ക് ഓഫീസിലെങ്കിലും കയറാൻ പറ്റി. നിങ്ങൾ ഇന്ന് രാവിലെ ചെന്നപ്പോൾ ഫൈസൽ, എന്താണ് അവിടുത്തെ അവസ്ഥ? അവിടെ ഇത്തരത്തിലുള്ള ഇടപെടൽ ഇപ്പോൾ കൊച്ചിയിൽ നമ്മൾ കാണുന്നത് വളരെ ശക്തമായൊരു രാഷ്ട്രീയ ഇടപെടൽ, അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് MLA യും MP യും ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ട്. അവരൊക്കെ കൂടിയാണ് ഇപ്പോൾ ജീവനക്കാരെ കയറ്റത്. കോഴിക്കോട് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാവുന്നില്ല. നിങ്ങൾക്ക് ഈ ഓഫീസിന്റെ പുറത്ത് തന്നെ ഇരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണ്? ഫൈസൽ. ശ്രീജ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇന്ന് രാവിലെ ഫ്രൈഡേ ആണ് ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നുള്ള വാർത്ത ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു കോമ്പൻസേഷൻ എമൗണ്ട് അവർ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ പറയുന്നു. എന്നിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞയക്കുകയും ചെയ്ത്. പിന്നെ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി യാതൊരു എന്താ സംഭവിച്ചെന്ന് പോലും അറിയാതുള്ള ഷോക്കിലായിരുന്നു ഞങ്ങൾ ഇത്ര ദിവസം. ഈ സാറ്റർഡേ സൺഡേ ഞങ്ങൾ അങ്ങനെയാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. എന്നിട്ട് ഞങ്ങൾ മൺഡേ ഇതുപോലെ ഭാവി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓഫീസിൽ വരികയായിരുന്നു. പക്ഷേ അവിടെ നമുക്കുള്ള എൻട്രി അവർ നിഷേധിച്ചു. അവർക്ക് അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറാൻ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് തടിച്ചു കൂടെ ഉണ്ടായിരുന്നത്. നമുക്ക് എന്താണ് ഇനി ഭാവി എന്ന് യാതൊരു ഐഡിയ ഇല്ല. അവർ ചെറിയൊരു കോമ്പൻസേഷൻ എമൗണ്ട് നമ്മൾ അക്കൗണ്ടിലിട്ട് നമ്മളെ വായടുപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. അവർ പറയുന്ന ഒരു റീസൺ എന്താ വെച്ചാൽ, എന്തുകൊണ്ട് നമ്മളുടെ ഇവിടുത്തെ ഒരു സംശയം, എന്തുകൊണ്ട് കേരളത്തിലെ രണ്ട് കോഴിക്കോടുള്ളത് കൊച്ചിയുള്ള ലൊക്കേഷൻ എന്തുകൊണ്ട് അടച്ചുപൂട്ടി എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കൺസേൺ. എന്ന് വെച്ചാൽ എന്ത് മാനദണ്ഡം നോക്കിയാലും ഈ നമ്മുടെ കേരളത്തിലെ ലൊക്കേഷൻ ഈ കമ്പനിയിലെ ബാക്കിയുള്ള സംസ്ഥാനത്തുള്ള ലൊക്കേഷനിലെ പെർഫോമൻസ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ തന്നെയാണ് ഏറ്റവും മുമ്പിൽ. പക്ഷേ അവരുടെ കമ്പനിയുടെ പല പോളിസിയും ചൂഷണങ്ങളും നമ്മുടെ ഓഫീസിൽ, അതായത് കേരളത്തിലെ ഓഫീസുകളിൽ നടക്കാത്ത കാരണം അതിൻ്റെ പ്രതികാര നടപടിയായിട്ട് ഇങ്ങനെ ചെയ്തതാണെന്ന് അറിയില്ല. ഈ 800ഓളം സ്റ്റാഫുകളുടെ ഭാവിയാണ് ഇതോടെ അവതാളത്തിലായിരിക്കുന്നത്. ഈ കമ്പനി പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത്, ഞങ്ങളോട് ആദ്യം വാക്കാൽ പറഞ്ഞൊരു കാര്യം, കമ്പനി നഷ്ടത്തിലാണ്, അതിനുള്ള റവന്യൂ ഇവിടെ ഇല്ല എന്നാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ജൂൺ 2026 CSR അവാർഡ് ജേതാവായത് നമ്മുടെ ഹെൽത്ത് സെക്ടറിൽ കോറോ ഹെൽത്താണ് അതിൻ്റെ വിന്നർ. അതായത് നമ്മുടെ കമ്പനിയുടെ കഴിഞ്ഞ 3 വർഷത്തെ ആനുവൽ പ്രോഫിറ്റിൻ്റെ ഏവറേജ് പ്രോഫിറ്റിൻ്റെ 2%, അതായത് 450 കോടിയിൽ മുകളിൽ അമൗണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നോയിഡയിൽ. 450 കോടിയുടെ 2% ഈ 450 കോടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് എത്ര മാത്രം ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം. അത് 1000 കോടിയിൽ മുകളിൽ വരും, അതിന് മുകളിൽ വരും. എന്നിട്ട് എന്തുകൊണ്ട് അവർ കേരളത്തെ ടാർഗറ്റ് ചെയ്തു എന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ഐഡിയ, നമ്മൾ വെള്ളിയാഴ്ച നമ്മൾ വർക്കിന് സാധാ വരുന്ന പോലെ വരുന്നു. അവർ നമ്മളെ ഒരു മീറ്റിങ്ങിന് പറഞ്ഞ് 300 ആൾക്കാരെ ഒരുമിച്ച് വിളിച്ച് കൂട്ടുന്നു. എന്നിട്ട് ജസ്റ്റ് കാഷ്വലി പറയാണ്, ഒരു ഡിഫിക്കൽട്ട് ന്യൂസ് ഉണ്ട്, നിങ്ങളുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണെന്ന്, നിങ്ങൾ ഇവിടുന്ന് റിലീവ് ലെറ്റർ മേടിച്ച് പോകണം എന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ പുറത്താക്കുകയാണ് ചെയ്തത്. ചിത്ര, ഇപ്പോൾ രാവിലെ അവിടെ നിന്നുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, വളരെ തൊഴിൽ ചൂഷണം എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ ഓവർ ടൈം വർക്ക് ചെയ്യിപ്പിക്കുക, അവധി ദിവസങ്ങളിൽ വർക്ക് ചെയ്യിപ്പിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കംപ്ലൈൻറ്റുകളൊക്കെ നേരത്തെ തന്നെ പോയിട്ടുണ്ട് ഈ കമ്പനിയിലെ രീതികൾക്കെതിരെ എന്ന് രാവിലെ അവിടെ നിന്നുള്ള ചില ആളുകൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കി. അതായിരിക്കുമ്പോൾ ഒരു കാരണം. അതായത് നിങ്ങളും ഈ മാനേജ്മെൻറ്റും തമ്മിൽ അവിടെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ജീവനക്കാർക്ക് പുറമെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇവിടെ കോഴിക്കോട് ഓഫീസിലുള്ളത്? അതായത് നിങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് അഡ്രസ്സ് ചെയ്യാൻ സാധാരണ രീതിയിൽ ഇപ്പം ഞങ്ങളുടെയൊക്കെ ഓഫീസിലാണെങ്കിൽ ഒരു അഡ്മിൻ ഉണ്ട്, HR ഉണ്ട്, അല്ലെങ്കിൽ അത്തരം ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഈ കോഴിക്കോട് ഓഫീസിലും കൊച്ചി ഓഫീസിലും അങ്ങനെ ഈ കമ്പനിയുടെ പ്രതിനിധികളായി ആരാണുള്ളത് എന്നറിയണം. അവർക്ക് നിങ്ങൾ നേരത്തെ തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു സൂചന, അതായത് നിങ്ങളുമായി അത്ര നല്ല സുഖത്തിലല്ല എന്ന് ഒരു സൂചന തരുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ഞങ്ങളുടെ ഇവിടെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയത് നമ്മുടെ HR ഉണ്ട്, പിന്നെയുള്ള സീനിയർ മാനേജേഴ്സാണ്. പക്ഷെ ഇവിടെ സീനിയർ മാനേജേഴ്സ് വരെ ഇത് അഫക്റ്റ് ആയി ഇരിക്കുകയാണ്, അവരുടെ ജോലി വരെ നഷ്ടമായി. നമുക്ക് പിന്നെയുള്ള HR എന്ന് പറയുമ്പോൾ നമുക്ക് അന്ന് രാവിലെ മാത്രമാണ് നമുക്ക് അതിൻ്റെ നമ്മൾ ആ സീനിയർ മാനേജേഴ്സ് പോലും അതറിയുന്നത് അന്ന് പകൽ 9:20 കൂടിയാണ്. നമ്മൾ 9 മണിയാണ് നമ്മുടെ വർക്ക് ടൈം. 9:50 9:20 ഇവർ അനൗൺസ്മെൻറ്റ് നടത്തുന്നത്. അതിൽ പകുതി പേര് അവിടെ എത്തി
പകുതി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിളിച്ചിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. ഒരു തരത്തിലുള്ള ഐഡിയ നമുക്കൊരു സൂചന പോലും സീനിയർ മാനേജർക്ക് പോലും ലഭിച്ചിട്ടില്ലെങ്കിൽ സാധാരണ ഒരു ജോലിക്കാരനായി ബാക്കി ഞങ്ങൾ ഈ 250ഓളം പേർക്ക് ഒരു ഐഡിയ ഇല്ല. സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു? നിങ്ങൾ പെൺകുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് പേരെ കാണുന്നുണ്ട്, ആ കൂട്ടത്തിൽ അധികവും പെൺകുട്ടികളെയാണ് കാണുന്നത്. അവിടുത്തെ തൊഴിൽ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങൾ ഒരിക്കലും കമ്പനിയെ പറ്റിയിട്ട് ഡിഫൈം ചെയ്യാൻ കമ്പനി നമുക്ക് മാന്യമായ രീതിയിൽ ശമ്പളവും കാര്യങ്ങളും ഉണ്ട് എങ്കിൽ പോലും 85% അവിടെ വരുന്നത് ഫീമെയിൽ എംപ്ലോയി. ഓക്കെ, ശ്രീ ചിത്ര പറഞ്ഞു. ഇവിടെ 80% ആൾക്കാരെന്ന് പറയുന്നത് ലേഡീസാണ്. നമ്മൾ അത്രയും എൻ്റെ ഫാമിലിയൊക്കെ എന്ന് പറയുന്നത് എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ലേഡീസ് അവിടെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ലേഡീസ് അല്ല, ഇപ്പം ജെൻസാണ്. നമ്മളെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ 9 മണി ടു 6 മണിയാണ് നമ്മുടെ ടൈം പീരീഡ്. പക്ഷേ അത് എക്സ്റ്റെൻഡ് ആയിട്ട് പോകുന്നുണ്ട്. നമ്മൾ 6, 7, 8 മണി വരെ 9 മണി വരെയൊക്കെ ഇരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളൊക്കെ ഞങ്ങളത് പ്രതികരിക്കും. കേരളത്തിൽ അവർ ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാരണം എനിക്ക് തോന്നുന്നത് ഈ എക്സ്റ്റെൻഡ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് നമ്മളത് പറ്റില്ല, നമുക്കത് പോകാൻ പറ്റില്ല. ലേഡീസിന് രാത്രി പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് ഒരു 7ഓളം പരാതികൾ നമ്മൾ ലേബർ കോർട്ടിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ കേന്ദ്രീകരിച്ചാണ് അവർ ഈ കേരളം എന്ന ലൊക്കേഷൻ ചൂസ് ചെയ്തതെന്നാണ് അവർ പറയുന്ന. എല്ലാം അത് അങ്ങനെ അനുസരിക്കാണ്ട് നമുക്കും പറയാനുണ്ട്. നമ്മൾ റിയാക്ട് ചെയ്തതിന് കൊണ്ടാണ് നമുക്കിപ്പോൾ ഇങ്ങനൊരു ഗതി വന്നത്. ശരി, ഇപ്പോൾ ശ്രീ ഹൈബി ഈഡൻ MP കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഹൈബി ഈഡൻ, നമ്മൾ ഈ വിദേശ കമ്പനികൾ അല്ലെങ്കിൽ വലിയ ആഗോള കമ്പനികളിലൊക്കെ കൂട്ടത്തോടെ 1500 പേരെ പിരിച്ചു വിട്ടു എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊന്നും നടക്കില്ല എന്നൊരു തോന്നൽ നമുക്ക് എപ്പോഴോ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ വളരെ ഒരു ബോധമുള്ള ജനതയാണ്. തൊഴിൽ കാര്യത്തിലായാലും എന്തിലായാലും നമുക്കൊരു ആ തരത്തിലുള്ള ഒരു ഉണർവുള്ള ജനതയാണെന്നൊക്കെയായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഒരു അമേരിക്കൻ കമ്പനി 800ഓളം വരുന്ന സ്റ്റാഫിനെ ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞു വിടുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നമ്മൾ നിൽക്കുന്ന ഒരു സാഹചര്യം. കാരണം ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും ഇതിൻ്റെ അതോറിറ്റിയെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. സത്യത്തിൽ ഹൈബി, നമ്മൾ നിസ്സഹായരാണോ ഈ സംഭവത്തിൽ? നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഒരു പരിധി വരെ എല്ലാ ലേബർ ലോസിനെയും കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സമീപനം കമ്പനി സ്വീകരിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 800 പേരെ ഒരു സമയത്ത് അവർ ലേ ഓഫ് ചെയ്തത് കൊണ്ടിട്ടാണ് നമ്മളിത് അറിഞ്ഞത്. പല കമ്പനീസിൽ 10, 20, 30 പേരെ വെച്ചിട്ട് ഇതുപോലെ പല കോർപ്പറേറ്റ് കമ്പനികളും MNCസും ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഒരു ദിവസം കൊണ്ട് അവര് 1 വർഷത്തിലധികം ജോലി ചെയ്ത ആളുകളുണ്ട്. അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും ഈ കമ്പനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ആളുകളുണ്ട്. അവിടെ യാതൊരു ലേബർ ലോസും ചട്ടങ്ങളും പാലിക്കാതെ ഒരു സുപ്രഭാതത്തിൽ പറയുകയാണ് നിങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് വരണ്ട എന്നുള്ളത്. സെൻട്രൽ ലേബർ കോഡ് നോക്കിയാൽ 300-ലധികം ജീവനക്കാരുള്ള ഒരു സ്ഥാപനത്തിൽ ഒരിക്കലും ഇങ്ങനെ ആളുകളെ പറഞ്ഞുവിടാൻ സാധിക്കില്ല. നമ്മളിപ്പോ യൂണിയനുകളുടെ അഭാവം, ട്രേഡ് യൂണിയനുകളുടെ അഭാവം, അസംഘടിതരായിട്ടുള്ള ഒരു മേഖലയാണ് ഇതെന്ന് നമുക്കറിയാം. പക്ഷെ എങ്കിലും ഇങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് കേരളം പോലുള്ള ഏറ്റവും നല്ല സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഒരു ദിവസം കൊണ്ട് യാതൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനും കൊടുക്കാൻ പറ്റാതെ പറഞ്ഞു വിടുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രയാസം എന്ന് പറയുന്നത് ഇവരുടെ ബോസസ് എന്ന് പറയുന്ന ആളുകളെല്ലാം US ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോഴും മാനേജ്മെന്റ് നിസ്സഹരണം തുടരുകയാണ്. അവരുടെ ഒരു ലീഗൽ അഡ്വൈസറെ പറഞ്ഞു വിട്ടു എന്നതിനപ്പുറമായി അവരുടെ ചർച്ചകളിലൊന്നും ക്രിയാത്മകമായ ഒരു സൊല്യൂഷൻ അവർ മുന്നോട്ട് വെക്കുന്നില്ല. അവരുടെ 2 മാസത്തെ സാലറി ക്രെഡിറ്റ് ചെയ്തു കൊടുത്തു, അവർ കൈ ഒഴിയുന്നു എന്നുള്ളതല്ലാതെ അവരുടെ ജോലിക്ക് സംരക്ഷണം നൽകുന്ന, അവരുടെ ഡിഗ്നിറ്റി ഓഫ് ലേബർ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടികളും ഈ കമ്പനി സ്വീകരിച്ചിട്ടില്ല. ഞങ്ങളെല്ലാവരും നടത്തുന്ന ഇടപെടൽ, സർക്കാരും അതുപോലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിന് അതീതമായി ഇത് ഈ 800 പേർക്കും അവിടെ തൊഴിൽ ചെയ്യാനുള്ള അവസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഇപ്പം ഈ പുതുക്കിയ ലേബർ കോഡുമായൊക്കെ ബന്ധപ്പെടുത്തി ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായ ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ ശ്രീ ഹൈബി ഈഡൻ. ഇപ്പോൾ കേരളത്തിൻ്റെതായ ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടില്ല, അതുകൊണ്ട് കേന്ദ്ര ചട്ടങ്ങളാവും നമുക്ക് ബാധകമാവുക. അതിൽ പല പോരായ്മകളും ഉണ്ടാവും, ഒരുപക്ഷെ നമുക്ക് ഇടപെടാൻ പല പോരായ്മകളും ഉണ്ടാവും.
നമുക്ക് മാറിയ കാലം അറിയാം. ഈ സർവീസ് ഓറിയൻറ്റഡ് ആയി പ്രവർത്തിക്കുന്ന കമ്പനികളിലൊക്കെ AI എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിൽ ഉപയോഗപ്പെടുത്താം, അതെങ്ങനെയൊക്കെ ആയിരിക്കും ഹ്യൂമൻ റിസോഴ്സിനെ ബാധിക്കുക എന്നൊക്കെയുള്ള ചർച്ചകൾ മറ്റൊരു വശത്തും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു തുടക്കമാകാം. പക്ഷെ നമുക്ക് കൃത്യമായ നിയമങ്ങളും ചട്ടങ്ങളും തൊഴിൽ സംരക്ഷിക്കാൻ വേണ്ടതില്ലെങ്കിൽ ഇത് ആദ്യത്തെ സംഭവമായി മാത്രം കാണണം. ഇനി അങ്ങോട്ട് ഇതുപോലെ സമാനമായ കാര്യങ്ങൾ ഉണ്ടാവുമെന്നൊരു ഭീഷണി നമുക്ക് മുന്നിൽ നിലനിൽക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു വലിയ ഒരു നിയന്ത്രണത്തിലേക്ക് ഒരുപാട് ഇപ്പം സ്ഥാപനങ്ങൾ മാറുന്നു. അവരുടെ HR എത്രയും കുറയ്ക്കാൻ സാധിക്കുമോ, അവരുടെ ഇന്റഗ്രേറ്റ് ചെയ്ത കോഡ്സ് എല്ലാം ഇപ്പോൾ മാനുവലായിട്ട് ചെയ്യേണ്ട AI ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു വലിയ ഭീഷണിയും വെല്ലുവിളിയുമായി ഒരു ഭാഗത്ത് നിലനിൽക്കുകയാണ്. അതൊരു ഗ്ലോബൽ സിനാരിയോ ആണ്. നമുക്കൊരു പരിധിവരെ അതിൽ നമുക്ക് ഇടപെടാൻ സാധിക്കില്ല. പക്ഷെ മറ്റൊരു വശത്ത് ഏത് നിയമം നിലവിൽ ഉണ്ടായിരുന്നാലും ഇത്രയും അധികം തൊഴിലാളികൾ ഒരു ദിവസം കൊണ്ട് പിരിച്ചുവിടുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ ഇത് പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട്. അധികം ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവർക്ക് നീതി ലഭിക്കും. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഇടപെടുന്നതും ഞങ്ങൾ പരിശ്രമിക്കുന്നതും അതിനുവേണ്ടി തന്നെ. വളരെ നന്ദി ശ്രീ ഹൈബി ഈഡൻ സംസാരിച്ചതിന്. ഫൈസലും ചിത്രയും തുടരുന്നുണ്ട്. ഫൈസൽ, ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ തൊഴിൽ മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? ഒരു മെയിലിനൊരു റിപ്ലൈ കിട്ടാത്ത അവസ്ഥ. ഇന്നിപ്പോൾ ആകെ ഒരു ലീഗൽ അഡ്വൈസറാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ എത്തുന്നത്. അത് എത്രത്തോളം വലിയ വെല്ലുവിളിയാണ്? നിങ്ങളുടെ ഒരു കൺട്രി മാനേജറെ പോലും കോൺടാക്ട് ചെയ്യാൻ ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ വിഷയത്തിൽ ഇടപെടാൻ പറ്റുക? ശരിയാണ്. ഇവിടെ നമ്മുടെ ഈ കമ്പനി എന്ന് പറയുന്നത് ടെക്സാസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്, കോറോ ഹെൽത്ത്. അതൊരു അമേരിക്കൻ വേസ്റ്റ് കമ്പനിയാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ നമുക്ക് ആരെ കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് പോലുള്ള ഐഡിയ ഞങ്ങൾക്കില്ല. ഇവിടെ ഇപ്പോൾ പറയുന്ന പോലെ നമ്മുടെ കൺട്രിയിൽ ഇങ്ങനെ ഒരു ലീഗലി ഒരു പ്രോബ്ലം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ എനിക്കെന്ന് പോട്ടെ, നമ്മുടെ സർക്കാർ ഇപ്പോൾ ഇവിടെ ആരുമായിട്ട് ചർച്ച ചെയ്യും. ഇപ്പം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ അവർ നിസ്സഹായരാണ്. നമുക്ക് പോലീസിനായിക്കോട്ടെ സർക്കാരിനായിക്കോട്ടെ ആരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഇതിലൊരു പോംവഴി കാണാം അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കാണാൻ പറ്റുമെന്നുള്ളത് പോലും അതൊരു ലിമിറ്റേഷൻ തന്നെയാണ്. നമുക്ക് ഈ കമ്പനിയുടെ ഈ കൺട്രിയിൽ ഒരു ഓഫീസർ പോലും നമുക്ക് ഇങ്ങനത്തെ ഈ കാര്യം ചർച്ച ചെയ്യാനില്ല. ഇനി ഉള്ളത് പിന്നെ ഒരു HR ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അവർ ഈ ചർച്ച നീട്ടി കൊണ്ടുപോവാണ്. അവരൊരിക്കലും ശാശ്വതമായ ഒരു സൊല്യൂഷനിലെത്താൻ അവരൊരു മുൻകൈ എടുക്കുന്നില്ല. അവരെന്തുകൊണ്ട് അതുമാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ 2 ലൊക്കേഷൻ അടച്ചുപൂട്ടുന്നത് വഴി നമ്മുടെ ഈ സംസ്ഥാനത്തെ മൊത്തമുള്ള ഈ മെഡിക്കൽ കോളേജ് ഇതിൽ അഫക്റ്റഡ് ആയിരിക്കുകയാണ്. നമ്മുടെ ഇതൊരു സർക്കാർ ഇപ്പോൾ ഇത് വളരെ മീഡിയ അറ്റൻഷൻ വന്ന സ്ഥിതിക്ക് സർക്കാർ ഇടപെട്ടത് കൊണ്ടും, പക്ഷെ ഇതിലൊരു എന്തുകൊണ്ട് എങ്ങനെ ഒരു സൊല്യൂഷൻ, ഒരു ശാശ്വതമായൊരു പരിഹാരം ഇതിൽ കണ്ടെത്താൻ പറ്റുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് മെല്ലെ മെല്ലെ നഷ്ടമാണ്. കാരണം ആരെയാണ് കാണേണ്ടത് എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളിപ്പോൾ അവിടെ ഈ ജോലി അഫക്റ്റഡ് ആയ ആളുകൾ ഒരുമിച്ച് കൂടി എന്നല്ലാതെ അടുത്തത് എന്ത് എന്നുള്ളത് ഇനി അവിടെ എറണാകുളത്ത് ഇപ്പോൾ ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് വന്നാൽ മാത്രമാണ് ഇനി എന്താണ് ഭാവി എന്നത് പോലും ഞങ്ങൾക്ക് അറിയാൻ പറ്റും. എറണാകുളത്ത് നടന്ന ചർച്ചയിൽ പറയുന്നത് 10-ാം തീയതി വരെ അവർക്ക് കൊച്ചി ഓഫീസിൽ വരാം, അവിടുത്തെ ഫെസിലിറ്റീസ് ഉപയോഗിക്കാം, പക്ഷെ നിങ്ങൾ ജോലി ചെയ്യേണ്ട. 10-ാം തീയതി ഒരു ചർച്ച നടക്കും, അതിൽ പ്രതിനിധികൾ പങ്കെടുക്കും. ഇപ്പം തന്നെ ഇന്ന് ചർച്ച നിശ്ചയിച്ചിട്ടും അതിൽ പ്രതിനിധികൾ എത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് 10-ാം തീയതിയിലേക്ക് ചർച്ച മാറ്റിയത്. അതിൽ മന്ത്രി നേരിട്ട് പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 10-ാം തീയതിയിലെ ചർച്ചയിൽ ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു ചോദ്യം. ചിത്ര, അതേ ആ ഒരു ചോദ്യം ഞങ്ങൾ ഉന്നയിക്കുന്നതിനേക്കാൾ എത്രയോ ശക്തമായി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുമെന്നറിയാം. 800ഓളം പേരാണ്, അതിലധികവും പെൺകുട്ടികളാണ്, സ്ത്രീകളാണ്. മുന്നിൽ ആ ഒരു അനിശ്ചിതത്വം എങ്ങനെയാണ് എനിക്ക് ഊഹിക്കാൻ കഴിയും. എന്നാലും എന്താണ് അവസ്ഥ? അത് പറഞ്ഞത് ശരിയാണ്, വളരെ ശരിയാണ്. ഞങ്ങളുടെയും കൺസേൺ എന്താണെന്ന് വെച്ചാൽ കോമ്പൻസേഷൻ ആ കാര്യങ്ങളിലാണ് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നാളെ മുതൽ എന്താ, ഞങ്ങൾക്ക് ജോലിയില്ല, 900 പേരാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. വേറൊരു കമ്പനി ഞങ്ങളെ എടുക്കുമോ? മീഡിയയിൽ ഇത്രയും ഇത് വന്നതുകൊണ്ട് വേറെ കമ്പനി ഇത് നെഗറ്റീവായിട്ട് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കോറോ ഹെൽത്തിൻ്റെ എന്ത് ന്യൂസ് കണ്ടാലും ലൈക്ക് ചെയ്യരുത്, ഷെയർ ചെയ്യരുത്. അങ്ങനെ നമുക്ക് സപ്പോർട്ട് കുറവാണ്. അപ്പം നമ്മൾ ഭയങ്കര കൺസേൺ ആണ്. ഫ്യൂച്ചർ എന്താണ് എന്നാലോചിച്ചിട്ടാണ് നമ്മൾ കൺസേൺ. അവരൊരു പ്രോപ്പർ റീസൺ പോലും തരാണ്ടാണ് നമ്മളെ ഈ ഇറക്കി വിട്ടത്.
കമ്പനി ലോസിലാന്ന് പറയുന്നു, റവന്യൂ ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ഈ സെയിം കമ്പനിയാണ് മറ്റുള്ള ലൊക്കേഷനിൽ ഹയറിങ് വെക്കുന്നതും CSR അവാർഡ് ഈ വർഷം കമ്പനിക്ക് കിട്ടിയതും. ഇത്രയും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കമ്പനി എന്തിനാ കേരളത്തിലെ 2 ലൊക്കേഷൻ മാത്രം ഇപ്പോൾ അടച്ചുപൂട്ടിയത് എന്നുള്ളതിനൊരു ആൻസർ അവർ തന്നിട്ടില്ല. നമുക്ക് അതാണ് വേണ്ടത്. നമ്മളെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്, ഈ ഫീൽഡ് വിടണോ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ നിന്നിട്ട് കാര്യമുണ്ടോ എന്നൊന്നും അറിയില്ല. 1-2 പേരുടെ അവസ്ഥയല്ല, ജീവിതമല്ല ഇത്. ഇനിയും കേരളത്തിൽ IT കമ്പനീസും മെഡിക്കൽ കോഡിങ്ങിലും ഇപ്പോഴും പഠിച്ചിറങ്ങുന്ന കുട്ടികളുണ്ട്. അവരുടെയൊക്കെ ഫ്യൂച്ചർ എന്താ, അതിന് നമുക്ക് ഇപ്പോഴൊരു ആൻസർ കിട്ടിയാലേ ഇനിയുള്ള ആൾക്കാർക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ഒരു ആൻസർ വേണം, നമുക്കൊരു സൊല്യൂഷൻ വേണം ഇതിലേക്ക്. അത് ഞങ്ങൾക്ക് ആരും ഇതുവരെ തന്നിട്ടില്ല. നമ്മൾ അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. അതായത് ഒരുപക്ഷെ ഇത്രയേറെ പേരെ ഒന്നിച്ച് പിരിച്ചുവിട്ടു എന്നതുകൊണ്ട് മാത്രമാണ് ഇതൊരു മാധ്യമ ശ്രദ്ധയിലേക്ക് പോലും വരികയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു രാഷ്ട്രീയ നേതാക്കളുടെ ശ്രദ്ധയിലേക്കൊക്കെ വരുന്നത്. പലയിടത്തും 10-15 പേരെ പിരിച്ചുവിടുന്നത് വളരെ നോർമലായി. രാവിലെ വരുമ്പോൾ ഒരു വാട്സപ്പ് കോൾ, ഇപ്പോൾ ഞങ്ങൾക്ക് മാധ്യമ മേഖലയിലൊക്കെ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്. ഒരു വാട്സപ്പ് കോളിലാണ് ഇന്ന് തൊട്ട് നിങ്ങൾക്ക് ജോലിയില്ല, റിസൈൻ ചെയ്യുകയാണെങ്കിൽ റെസിഗ്നേഷൻ ഇടാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിരിച്ചുവിടേണ്ടി വരും എന്നൊരു നിർദ്ദേശം കിട്ടുന്നത്. ഒരു മെയിലായി പോലും ഇത് കിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും പുറത്തിറങ്ങി ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ആ ഓഫർ സ്വീകരിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയുമില്ല. അത് ചെറിയ ഗ്രൂപ്പുകളാവുമ്പോൾ പലപ്പോഴും അത് പുറത്തേക്ക് വരാറില്ല. ഇത് അതിനിരയായവർ പോലും പുറത്ത് പറയില്ല, കാരണം അവരുടെ ഭാവിയുടെയും കൂടി പ്രശ്നമാണല്ലോ. ഇത് എത്രത്തോളം വലിയൊരു പ്രതിസന്ധിയാണ് നമ്മുടെ ഈ പുതിയ കാലത്ത്? ഇത് സമാനമായ സംഭവം നമ്മുടെ കമ്പനിയിൽ തന്നെ ഒരു 6 മാസം മുമ്പ് ഒരു 150ഓളം വരുന്ന സ്റ്റാഫുകളെ അവരുടെ പെർഫോമൻസ് പുവറാണെന്ന് എന്ന് പറഞ്ഞ് ഇവർ പുറത്താക്കിയിട്ടുണ്ട്. ഇവർക്ക് ഇങ്ങനെ അവർക്ക് തോന്നുന്ന പോലെ 10, 50, 30, 20 പേരെ പുറത്താക്കിയ കമ്പനികൾ നമ്മൾ ഒരുപാട് കേട്ടറിവുണ്ട്. പക്ഷേ 150 പേരെ പുറത്താക്കിയത് അന്ന് 6 മാസം മുമ്പ് അതൊരു വലിയ ചർച്ചയായിട്ടില്ല. പക്ഷേ ഒരു സംസ്ഥാനത്തിലെ 2 ലൊക്കേഷൻ, അതായത് കൊച്ചി, കോഴിക്കോട്ടുള്ള മുഴുവൻ എംപ്ലോയീസിനെ, സീനിയർ മാനേജർ ഉൾപ്പെടെയുള്ള സീനിയർ മാനേജേഴ്സ് TLs ഒന്നും സാധാരണഗതിയിൽ ഇതിനൊന്നും അവരുടെ മാനേജേഴ്സ് ലെവലിലൊന്നും ഇത് അഫക്റ്റ് ചെയ്യാത്തതാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ വെച്ചാൽ 10,000-ഓളം സ്റ്റാഫുകൾ ഈ കോറോവലത്തിൽ ഈ രാജ്യത്തിലുടനീളം വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മുടെ കേരളത്തിലുള്ള 800 കേരളത്തിൽ വർക്ക് ചെയ്യാൻ വിധിക്കപ്പെട്ട ആളൊരു തമിഴനായിക്കോട്ടെ, തെലുങ്കനായിക്കോട്ടെ, കന്നഡിക ആയിക്കോട്ടെ, മലയാളി ആയിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, അവരുടെ ഡെസിഗ്നേഷൻ ആയ ഒരു താഴെ തരത്തിലൊരു ജൂനിയർ മെഡിക്കൽ കോഡർ ആയാലും സീനിയർ മാനേജർ ആയാലും അവരുടെ ജോലിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത് 800 പേരുടെ ജോലി നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഈ ന്യൂസ് ഞങ്ങളുടെ വന്ന് വാക്കാൽ ഒരു മൈക്കിൽ അനൗൺസ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ 5 മിനിറ്റ് ഇതൊരു പ്രാങ്കാണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഇരുന്നിരുന്നത്. ഞങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുക ശരിയാണ്, ഒരു 20-30 പേരെ പെർഫോമൻസ് കുറവാണെന്ന പേരിൽ പുറത്താക്കുന്നതിൽ എന്തെങ്കിലും ഒരു ന്യായീകരണം കമ്പനിക്ക് ഉണ്ടാവും. പക്ഷേ 10,000-ഓളം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന ഈ കമ്പനിയിൽ കേരളത്തിലെ അത് ഒരു മാനദണ്ഡം, കേരളത്തിൽ വർക്ക് ചെയ്യുന്നു എന്ന കാരണം, അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ കൊച്ചിയിൽ വർക്ക് ചെയ്യാൻ വിധിക്കപ്പെട്ടു അല്ലെങ്കിൽ അവിടെ ജോയിൻ ചെയ്തു എന്ന കാരണത്താൽ മാത്രമാണ് ഞങ്ങളുടെ ജോലി നഷ്ടമായത്. അല്ലാതെ ഇവിടെ യാതൊരുവിധ ക്വാളിറ്റി പ്രൊഡക്ഷൻ എന്ന 2 ക്രൈറ്റീരിയയിലാണ് മെഡിക്കൽ കോഡിങ് മുന്നോട്ട് പോകുന്നത്. അത് നമ്മുടെ പെർഫോമൻസ് എല്ലാം ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ഷൻ എന്ന ബേസിലാണ് അവർ നോക്കി കാണുന്നത്. അതിൽ വളരെ മികച്ച ക്വാളിറ്റിയും പ്രൊഡക്ഷനും എന്ന് വെച്ചാൽ കമ്പനി ആവശ്യപ്പെടുന്ന 100% പ്രൊഡക്ഷൻ എന്നതിനേക്കാൾ 150-160% പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എക്സ്ട്രാ കമ്പനി ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ അവർ ആവശ്യപ്പെടുന്നതിനേക്കാൾ പ്രൊഡക്ഷനും ക്വാളിറ്റി നമുക്ക് ഉണ്ടായിട്ട് പോലും ഈ കേരളത്തിലെ 2 ലൊക്കേഷനിലെ സ്റ്റാഫ് എന്ന കാരണത്താൽ മാത്രം ജോലി നഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾ ഈ 800ഓളം വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയുന്നത്, ഞങ്ങൾക്ക് യാതൊരുവിധ നമുക്ക് ഈ ജോബ് എന്ന് പറയുമ്പോൾ ഓക്കെ ഞാൻ ഈ കമ്പനിയിൽ വന്നിട്ട് 2 വർഷം തികയ്ക്കാനിരിക്കെയാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായത്. ഞങ്ങൾക്ക് ഇതുവരെ സാധാരണഗതിയിലുള്ള പുറത്താക്കലുകൾ നമുക്ക് ഇതിൻ്റെ അറിയപ്പെടുന്നവർക്ക് ഇതിനെപ്പറ്റി അറിയാം. പക്ഷേ ഇത് കേരളത്തിലെ ലൊക്കേഷനിൽ വർക്ക് ചെയ്യുന്ന കാരണത്താൽ മാത്രം ജോലി നഷ്ടപ്പെട്ടവരാണ് ഈ 800 പേരും. അതാണ് നമ്മുടെ സർക്കാർ കേരളത്തെ അവഗണിച്ചു. എന്തുകൊണ്ട് കേരളം എന്ന് ചോദിക്കുമ്പോഴാണ് സ്വാഭാവികമായും ആ സംശയങ്ങൾ. നിങ്ങൾ ഉയർത്തിയ പ്രതിഷേധം ഇവിടെ തൊഴിൽ ചൂഷണം അനുവദിക്കില്ല എന്ന രീതിയിലുള്ള നമ്മുടെ ഒരു ബോധമുണ്ടല്ലോ, നമുക്ക് അതായിരിക്കാം ഒരു പക്ഷേ അതിന് കാരണമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? അതെ.
ശരി, ഫൈസലും ചിത്രയുമാണ് നമ്മളോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചത്. കോറോ ഹെൽത്ത് എന്ന അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോഡിംഗ് കമ്പനി, ആ കമ്പനിയുടെ കൊച്ചിയിലെയും കോഴിക്കോട്ടെയും ഓഫീസിലുള്ള 800ഓളം വരുന്ന ജീവനക്കാരെയാണ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കഴിഞ്ഞ വെള്ളിയാഴ്ച ജോലിക്കെത്തിയ ആളുകളോട് ഇന്നു മുതൽ നിങ്ങൾ ജോലിക്ക് വരേണ്ടതില്ല, ഇത് നിങ്ങളുടെ അവസാന പ്രവൃത്തി ദിവസമാണെന്ന് പറഞ്ഞ് ഒരു പിരിച്ചുവിടൽ നടത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മൾ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സാഹചര്യമാണിത്. അതുകൊണ്ട് തന്നെ ഇതിലെങ്ങനെയാണ് ഇടപെടേണ്ടത്? അമേരിക്ക ആസ്ഥാനമായുള്ള ഒരു കമ്പനിയാണ്. നേരിട്ടൊരു ആശയവിനിമയം പോലും സർക്കാരിനോ ലേബർ വകുപ്പിനോ സാധ്യമാകാത്തൊരു സാഹചര്യമുണ്ട്. അവിടെ എങ്ങനെ ഇടപെടുമെന്ന് അറിയാത്തൊരു ആശങ്ക അധികൃതർക്കുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇന്നിപ്പോൾ കമ്പനിയുടെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് അധികൃതരുമായൊക്കെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം 10-ാം തീയതി ഒരു നിർണായകമായ ചർച്ച നടക്കും. ആ 10-ാം തീയതിയിലെ ചർച്ചയിൽ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചയാകാം എന്നതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 800ഓളം പേരുടെ ഭാവിയാണ്. അതിന് ആ ഭാവിയെ ത്രിശങ്കുവിലാക്കുന്നത് ലേബർ കോഡാണെങ്കിൽ അതിൽ ക്ലാരിറ്റി വരേണ്ടതുണ്ട്. കാരണം ഇതൊരു തുടക്കം മാത്രമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് കമ്പനികൾ ഇതൊരു അവർക്ക് കിട്ടുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആയി തന്നെ കാണുമെന്ന് സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അതിനെ തടയിടാൻ കേരളം എങ്ങനെ പെരുമാറുന്നു, കേരളം എന്ത് ചെയ്യുന്നു എന്നത് വളരെ വളരെ പ്രസക്തമായിരിക്കും. കാരണം ഇന്നത്തെ ആഗോള സാഹചര്യത്തിൽ ഇത് ഇനിയും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വളരെ നന്ദി ശ്രീ ഫൈസൽ, ശ്രീ കുമാരി ചിത്ര ഞങ്ങളോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചതിന്.